വാർത്തകളിലേക്ക്. ഡൽഹിയിലെ ബംഗ്ലാദേശി ഹൈക്കമ്മീഷന് മുന്നിൽ വൻ പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നൂറുകണക്കിന് പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർത്തു. ഇതിനിടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിപ്പിച്ച് ബംഗ്ലാദേശ് നിലവിലെ പ്രതിഷേധങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, വലിയ രീതിയിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. ഇത് ഒട്ടും നനച്ചിരിക്കാത്ത രീതിയിലാണ് ഇന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ തടിച്ചുകൂടിയത്. ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സമീപമുള്ള ദുർഗാഭായ് ദേശ്മുഖ് സൗത്ത് ക്യാമ്പസ് മെട്രോ സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന. ഇത് മാത്രമല്ല, മറ്റ് ചെറു സംഘടനകളുടെ നേതൃത്വത്തിലും പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനമുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം, അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ അത് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള എല്ലാം വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആഹ്വാനങ്ങൾ കേട്ടറിഞ്ഞും ഇവിടേക്ക് നിരവധി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ എല്ലാവരും അവിടെ കൂടിച്ചേർന്നാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം നേരത്തെ തന്നെ ഡൽഹി പോലീസ് പ്രവചിച്ചിരുന്നതാണ്. ഇത് കാരണം അവർ കനത്ത രീതിയിലുള്ള സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കിയിരുന്നു. 3 ലെയർ ബാരിക്കേഡാണ് ഈ മേഖലയിൽ പോലീസ് സ്ഥാപിച്ചിരുന്നത്. അതുമാത്രമല്ല, ഡൽഹി ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഒരു ബസ്സും ഈ റോഡിന് കുറുകെ പോലീസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തങ്ങൾ സമാധാനപൂർവമായിട്ടാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിലെ ചില പ്രവർത്തകർ അവർ ആക്രോശിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അകത്തേക്ക് തള്ളിക്കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബാരിക്കേഡ് തകർത്തത്. ഇവർ 3 ലെയർ ബാരിക്കേഡാണ് പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലെയർ ബാരിക്കേഡ് പ്രവർത്തകർ തള്ളി മാറ്റി കഴിഞ്ഞു. രണ്ടാമത്തെ ലെയർ ബാരിക്കേഡിന് മുകളിൽ കയറി വരെ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അകത്തേക്ക് വരെ കയറി ഒരു പ്രതിഷേധത്തിനിടയാക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഇന്ത്യക്കൊരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്ഥാനപതിയായിട്ടുള്ള പ്രണയ് വർമ്മയാണ് നിലവിൽ അവിടെ വിളിച്ചിട്ടുള്ളത്. അവിടെയുള്ള വിദേശകാര്യ സെക്രട്ടറി ആസാദ് ആലം ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹം ധാക്കയിൽ വെച്ച് ആസാദ് ആലവും അതുപോലെ തന്നെ പ്രണയ് വർമ്മയും തമ്മിൽ ചർച്ച നടന്നു. ഇന്ത്യയിൽ ഈ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ബംഗ്ലാദേശ് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ സംഭവിച്ച ഒരു പ്രതിഷേധത്തെ അത് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വലിയ തരത്തിൽ ഊതിപ്പെരുപ്പിക്കാൻ കാണിച്ചിരുന്നു. ഇന്നലെ 25 പേർ ചേർന്നാണ് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടത്തിയത്. ഇത്ര വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല ഇന്നലെ നടന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പോലീസ് ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പോലീസിൻ്റെ കണക്കുകൂട്ടലുകളെ വരെ തെറ്റിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം ദുർഗാഭായ് ദേശ്മുഖ് സൗത്ത് മെട്രോ സ്റ്റേഷന് സമീപം ഈ തടിച്ചുകൂടിയത്. ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക സർക്കാരിൻ്റെ ചീഫ് അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് യൂനിസിൻ്റെ കോലം കത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത്. UN-ന്റെ ഉൾപ്പെടെ ശ്രദ്ധ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിൽ വേണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ധാക്കയിലും ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിരുന്നു. അവിടെയുള്ള വിവിധ ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ധാക്കയിൽ മനുഷ്യച്ചങ്ങല രൂപീകരിച്ചാണ് ബംഗ്ലാദേശിലുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചത്. ഈ
ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും എടുത്തു കാട്ടുന്നത്. ഇതിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്ന, അവർ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ദീപു ചന്ദ്രദാസ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സത്യസന്ധത എത്രമാത്രമാണെന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല. അതായത് പോലീസ് ഈ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഹിന്ദു യുവാവിനെ, ഫാക്ടറി വർക്കറായിരുന്ന ഈ യുവാവിനെ ആദ്യം പിടിച്ചുകൊണ്ടുപോകുന്നു. അതിനുശേഷം പോലീസാണ് അക്രമാസക്തരായി നിന്ന ജനക്കൂട്ടത്തിന് നേരെ ഈ ദീപു ചന്ദ്രദാസിനെ എറിഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ജനക്കൂട്ടം ദീപുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും മരത്തിൽ കെട്ടിത്തൂക്കി ജീവനോടെ കത്തിക്കുകയും ചെയ്തത് എന്നാണ് ഈ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബംഗ്ലാദേശ് സർക്കാരും ജനങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് യൂനിസിന്റെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. എന്നാൽ ഈ ആക്രമണം, ഈ ഹിന്ദു യുവാവിന് നേരെയുള്ള ആക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം മുഹമ്മദ് യൂനിസ് സർക്കാർ ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്ന് അറിയിച്ചിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ 25ഓളം പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം. എന്നാൽ ഈ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് ഇവരെ ഫൈവ് സ്റ്റാർ സംവിധാനത്തിൽ ജയിലിൽ പാർപ്പിക്കുകയും സർക്കാരിൻ്റെ അതിഥികളായി വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. പണ്ട് ഇന്ത്യയുടെ ഒരു സഹായം കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ ഇന്ന് ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു വെറുപ്പ് പടർത്തുന്ന സ്ഥലമായി ഇവിടെ മാറുന്നു എന്നും ഇവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ പലരും ആരോപിക്കുകയും ചെയ്തു. ശരി അജയ്, മറ്റൊരു കാര്യം, ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം അവിടെയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒപ്പം അതിർത്തി സുരക്ഷ, അത് സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നിലവിൽ ഈ ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയും ആക്രമണങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ചിറ്റഗോങ്ങിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ ആണ് പ്രധാനമായിട്ടും ആക്രമണം നടന്നത്. അന്ന് തന്നെയാണ് ഈ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത്. അന്ന് ഈ ചിറ്റഗോങ്ങിലുള്ള ഓഫീസിന് നേരെ കല്ലേറും തീവയ്പും ഉൾപ്പെടെ ഉണ്ടായി. ഈ ഓഫീസ് കൈയടക്കി നിരവധി പ്രവർത്തകർ അവിടെ ഓഫീസ് കെട്ടിടം ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കലാപം പുറപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യ അവരുടെ സ്ഥാനപതികളെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മറ്റ് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ അവിടെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കോൺസുലേറ്റ് വിസകൾക്ക് ഉൾപ്പെടെ നിലവിൽ ഒരു താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാൻ അന്നു മുതൽ തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആശങ്കയോടെ തന്നെയാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലയാളിയെ ഇതുവരെയും അവിടെ പ്രധാനപ്പെട്ട കൊലയാളിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുഖ്യ കുറ്റവാളി, അയാളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടും ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും കലുഷിതം തന്നെയാണ് ബംഗ്ലാദേശിലെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഇന്നലെ മുഹമ്മദ് മൊത്തലബ് സിക്ദർ എന്ന് പറയുന്ന 42-കാരനായിട്ടുള്ള ഒരു തൊഴിലാളി നേതാവിന് കൂടി വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരാഴ്ചക്കിടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബംഗ്ലാദേശിൽ വെടിയേൽക്കുന്നു. അപ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള ഈ നേതാക്കളെ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം അത് ബംഗ്ലാദേശിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റ് ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റ് ഈ ഹിന്ദുക്കളോ ഒന്നും തന്നെയല്ല. പക്ഷേ ഇന്ത്യയുടെ പങ്കും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ പങ്കും ആരോപിച്ച് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനമോ തെളിവുകളോ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിരവധി ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദി, അയാൾ നിരന്തരം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും അതുപോലെ തന്നെ അതുമാത്രമല്ല വർഗീയമായിട്ടുള്ള നിരവധി പരാമർശങ്ങൾ ഉൾപ്പെടെ പൊതുവേദിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അയാൾക്ക് ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ശവസംസ്കാരമാണ് ധാക്കയിൽ നടത്തിയത്. ധാക്ക യൂണിവേഴ്സിറ്റിക്ക് സമീപം നടന്ന
ആ ഒരു സംസ്കാര ചടങ്ങിൽ ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വരെ എത്തി ഒരു സ്റ്റേറ്റ് ഓഫ് ഓണർ ഉൾപ്പെടെ കൊടുത്താണ് ശവസംസ്കാരം നടന്നത്. അതായത് ഒരു വർഗീയവാദിയായിട്ടുള്ള ആൾക്ക് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം ഉൾപ്പെടെ കൊടുത്ത് മൃതദേഹം സംസ്കരിക്കുന്ന രീതി, പരിക്കേറ്റ് തലയ്ക്ക് വെടിയേറ്റ് ധാക്കയിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും അയാളെ രായ്ക്ക് രാമാനം കൂടുതൽ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് വിമാനം കയറ്റി അയക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു ഏതാണ്ട് ഒരു പവിത്രമായിട്ടുള്ള ഒരു നേതാവിന് നൽകുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു വർഗീയവാദിക്ക് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ തീർത്തും കലുഷിതമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ സാഹചര്യം മാറാൻ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ വേണ്ടിവരും. ഇനി എത്ര വർഷങ്ങൾ കടന്നാലാകും സ്ഥിതിഗതികൾ പഴയതുപോലെ ആവുക എന്ന് പ്രവചിക്കുക സാധ്യമല്ല. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന അവിടെയുള്ള സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണം. അവരാണ് ജനക്കൂട്ടത്തെ ഇത്തരത്തിൽ ഒരു പ്രകോപിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും അവിടെ കടുത്ത രീതിയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധം, അതിൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ. ശരി അജയ്, എന്തായാലും ഡൽഹിയിലെ ബംഗ്ലാദേശി ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നതിന് സമാനമായാണ് ബംഗ്ലാദേശിലെ ആക്രമണമെന്ന് കോൺഗ്രസ് എം പി ദിഗ്വിജയ് സിംഗ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നത് പോലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയത്തെ അപലപിക്കുന്നതായും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. जिनका विरोध शेख मुजीब साहब ने किया था, ये जो हालात हमारे देश में है, यहाँ वही धर्मांध फैलाने वाले कट्टरपंथी ताकतें जो हैं, जिस प्रकार से अल्पसंख्यक समुदाय के खिलाफ जो कार्रवाई कर रहे हैं, वही रिएक्शन वहां पर उस प्रकार का हो रहा है. हम बांग्लादेश में जो हमारे हिंदू भाइयों के साथ हो रहा है, ईसाइयों के साथ हो रहा है, उसकी घोर निंदा करते हैं.